ഹലോ ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കുന്ന നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന പച്ച മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പച്ച മാങ്ങ വെച്ചിട്ടുള്ള ഈ ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം കേട്ടോ. വാടിയതൊന്നും എടുക്കരുത്, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു 4 മാങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ചേർക്കാനായിട്ട് ഒരു ചെറിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂണ് കസ്കസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊരു 15 മിനിറ്റ് നേരം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്ന് സോക്ക് ആയിക്കോളും. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മാങ്ങ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി നല്ല അടിപൊളിയായിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ എടുക്കണം. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ആവശ്യമുണ്ട്, പച്ചമുളക് വേണം, അതുപോലെ പുതിന ഇല വേണം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക്സ് തയ്യാറാക്കുന്നത്. കൂടാതെ 2 ചെറിയ നാരങ്ങ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. ഇനി നമുക്കിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നാരങ്ങ ഞാനിങ്ങനെ ഒരു 4 കഷ്ണമായിട്ട് അതിങ്ങനെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലത്തേക്ക് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോൾഡ് വാട്ടർ ഒഴിക്കണം, തണുത്ത വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ആവശ്യമായ വെള്ളം ആയെന്നറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയിൽ വെച്ച് നന്നായിട്ടൊന്ന് അടിച്ച് അത് ഒന്ന് നന്നാക്കി എടുക്കാം. അങ്ങനെ അത് അടിച്ചു കൊണ്ടുവന്നതിന് ശേഷം നമുക്ക് നല്ലൊരു അരിപ്പ് ഉപയോഗിച്ച് അതൊന്ന് അരിച്ച് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് കസ്കസാണ്. അപ്പോൾ കസ്കസ് ഞാനിവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കസ്കസിന് നമുക്കതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിലത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് അതൊന്ന് ഒരു അരിപ്പയിൽ വെച്ച് നമുക്കൊന്ന് അരിച്ച് ഡ്രെയിൻ ചെയ്ത് നമുക്കതെടുക്കാം. അപ്പോൾ അങ്ങനെ 2 പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 സെർവിങ് ഗ്ലാസ് എടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 2 ഗ്ലാസ്സുകളിലേക്കും ജ്യൂസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കസ്കസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഗ്ലാസ്സിലേക്കും ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. മാങ്ങയുടെ ആ ഒരു പുളിപ്പും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും അതുപോലെ നാരങ്ങയുടെ ആ ടേസ്റ്റും ഒക്കെ കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റാണിത്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് ഈ ചൂടിന് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മാംഗോയുടെ ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത്.